പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് കോട്ടൂർ വ്ലോഗ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അങ്ങനെ 2025 ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നമ്മളങ്ങനെ ആശംസിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മളുടെ യാത്രയെന്ന് പറയുന്നത് മുത്തിപ്പാറ വഴി എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. മുത്തിപ്പാറ എന്നാണ് കേട്ടോ ആ ഒരു സ്ഥലത്തിൻ്റെ പേര്. കോട്ടൂരിൽ നിന്ന് 2 വഴികളുണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട്. ഒന്ന് മണ്ണാങ്കോണം വഴി പോകുന്നതും പിന്നെ നമ്മുടെ പുറകിലൂടെ കാണുന്ന മുത്തിപ്പാറ വഴി വീട്ടിലേക്ക് പോകുന്നത്. അപ്പം താഴത്തെ വഴിയിലൂടെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ സെറ്റിൽമെൻറ്റുകൾ കവർ ചെയ്താണ് ഞാൻ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്തൂടെ നമ്മൾ പോകുമ്പോൾ ഇവിടെ സെറ്റിൽമെൻറ്റുകളൊന്നുമില്ല. ഇവിടെ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അപ്പുറത്ത് എൻ്റെ സെറ്റിൽമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഇതുവഴി കുറച്ച് ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറം മുത്തിപ്പാറ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇതിലെ ആനയും അതുപോലെ കാട്ടുപോത്തും ഒക്കെയുള്ള വഴികളാണ്, ആൾതാമസമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ. അപ്പം വഴികളൊക്കെ നോക്കി നമുക്ക് പതിയെ നമുക്ക് ഈ ഒരു വഴിയിലൂടെ നമുക്ക് മുത്തിപ്പാറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ അതുപോലെ എൻ്റെ സൗണ്ട് മാറിയിരിക്കുകയാണ്. ഇത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ചൈനയിലെ പുതിയ വൈറസാറ്റം പിടിച്ചാണെന്ന് അറിഞ്ഞുകൂടാ. അത് ആവണമെങ്കിലും കുഴപ്പമില്ല. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. സൗണ്ടൊക്കെ മാറി വളരെ മോശമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് കടുവും കുന്നെന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഇതിലെയാണ് നമ്മൾ കോട്ടൂർ പോകുന്നത്. നമ്മൾ മണ്ണാങ്കോണം വഴി വീട്ടിലേക്ക് പോകുന്നത് ആ വഴിയാണ്. അപ്പോൾ ഇതിലെ ആൾതാമസമുണ്ട്. ഇതാ ഈ കാണുന്ന വഴിയിൽ നമ്മുടെ ഊരിൽ മാത്രമാണ് ആൾതാമസം ഉള്ളത്. അപ്പോൾ ഞാൻ പോകുന്നത് ദാണ്ട് ഈ ഒരു സ്പ്ലെൻഡർ വണ്ടിയിലാണ്. പിന്നെ എൻ്റെ കൂടെ വേറൊരു പയ്യനുണ്ട്, നമ്മുടെ ബേബി മിക്കിയുടെ പയ്യനാണ്, രഞ്ജിത്ത് എന്നാണ് പേര്. അപ്പോൾ അവന് ഞാനും കൂടെയാണ് പോകുന്നത്. അപ്പോൾ അവനെ ഞാൻ കൊണ്ടുപോകുന്നത് നമ്മുടെ ക്യാമറയൊക്കെ പിടിച്ച് ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുകയാണ്. രഞ്ജിത്തെ കയറിക്കോ. നമ്മൾ പൊടിയത്തിന് മുകളിലുള്ള ഈ വഴിയിലൂടെ നമ്മളെ യാത്ര ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കട്ടറാണ് കേട്ടോ രഞ്ജിത്തെ. ഇതിലെ അധികം ഇപ്പോൾ വണ്ടിയൊന്നും പോകത്തില്ല കേട്ടോ. അപ്പം റോഡ് വളരെ മോശമായിട്ട് കിടക്കുകയാണ്. താഴെക്കൂടെയുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ നിലവിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേ ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റും. ഭയങ്കര കട്ടറാണ് കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല കട്ടറുണ്ട്. അപ്പോൾ ഞങ്ങളെ ഈ മേഖലയിലൊക്കെ ഭയങ്കര മലങ്കാറ്റാണ് കേട്ടോ. അപ്പോൾ മലങ്കാറ്റ് അടിച്ചതിന് ശേഷം എന്താ ആ റോഡിൻ്റെ അവിടെ കണ്ട അവിടെ വഴിയിലൊരു മരം വീണ് കിടക്കുകയാണ്. അപ്പോൾ അത് എവിടെ കൂടെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. കാട്ടിക്കൂടി കയറിപ്പോട്ടാ തന്നെ കേട്ടോ. ഈ വഴി കൂടെ പോകാൻ പറ്റുള്ളൂ. ആ സൈഡിലൊരു മരം വീണ് കിടക്കുന്നു കണ്ട. ഇതിലെ ഒടുക്കത്തെ കട്ടറാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല, ഭയങ്കര കട്ടറാണ് ഈ വഴി. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴിയുടെ ഇടത്തെ സൈഡ് ആൾതാമസമൊക്കെ ഉണ്ട്. പൊടിയ സെറ്റിൽമെൻറ്റാണ്. അപ്പോൾ അതിന് മുകളിലൂടെയുള്ള ഈ ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് മഴ സമയമൊക്കെ ഈ ഒരു വഴിയിലൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആനയും കാട്ടുപോത്തും അങ്ങനെ ഒരുപാട് മൃഗങ്ങൾ ഈ ഒരു വഴിയിലൂടെ കാണും. പിന്നെ അതുപോലെ ഇപ്പോഴാണ് കേട്ടോ ഈ ഒരു ഫയർ ലൈൻ തെളിച്ചിട്ടിരിക്കുന്നത്. അതായത് റോഡിൻ്റെ 2 വശങ്ങളിലുള്ള ലൈന്, അതായത് ഈ കാട് വെട്ടി തെളിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് തെളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളങ്ങനെ മുത്തിപ്പാറ ലക്ഷ്യമാക്കിയിട്ടുള്ള നമ്മളുടെ യാത്ര അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ നല്ല നിരപ്പാർന്ന സ്ഥലവുമുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പം ഗട്ടറുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ആമല ഊരിലേക്ക് പോയതാണ് ഏറ്റവും കൂടുതലും ദൂരം വനത്തിനുള്ളിലൂടെ ഒറ്റപ്പെട്ട സ്ഥലത്തൂടെ യാത്ര ചെയ്യുന്നത്. പക്ഷേ ഇത് അത്രയും ദൂരമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത്ര കിലോമീറ്റർ മാത്രം വ്യത്യാസമാണ് ആൾതാമസമില്ലാത്തത്. മുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു വനത്തിനുള്ളിലുള്ള ഒരു പാറയാണ്. അവിടെ ഒരു പാറ മാത്രമല്ല, അവിടെ ഒരു കുഞ്ഞ് ആരാധനാലയമുണ്ട്. അപ്പം നമ്മൾ അവിടെ എത്തുമ്പോൾ അത്യാവശ്യം താമസിക്കും. കാരണം ഒരുപാട് നാളായിട്ട് ഇതിലെ അധികം ആൾക്കാരൊന്നും ഈ ഒരു വഴിയിലൂടെ അങ്ങനെ യാത്ര ചെയ്യണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴിയിൽ കമ്പ്, മരങ്ങളുടെ ചുള്ളി, മലങ്കാറ്റടിച്ചതിൻ്റെ അതെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടാണ് പോകാനായിട്ട്. അപ്പോൾ ഇനി അത്യാവശ്യം കട്ടറുള്ള ഒരു കയറ്റമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. രഞ്ജിത്തെ നോക്കിയിരിക്കണേ, പാടാണ് പോകാൻ. എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. നമ്മുടെ സ്പ്ലെൻഡറിലാണ് നമ്മുടെ പോക്ക്. ചേട്ടയിടയ്ക്ക് ഇതിൽ ഈ വഴിയാണ് കേട്ടോ വണ്ടിയിൽ വരുന്നത്. കണ്ട കട്ടർ കണ്ട, മരക്കമ്പുകളൊക്കെ വീണ് കിടക്കും, അതാണ് പ്രശ്നം. പിന്നെ അതുമല്ല കുഴിയുണ്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയൊരു തേരിയുണ്ട്. ഞാൻ എൻ്റെ കൂട്ടത്തിരുന്ന പയ്യനെ ഇറക്കി ക്യാമറ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇനി പയ്യൻ ആ തേരിയുടെ ആ ഒരു കാഴ്ച കാണിച്ചിരുന്നു.
കുറച്ചൊരു ഉൾക്കാട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. തൊട്ട് താഴെ ഊരുണ്ട്, പക്ഷേ ഇവിടെയൊന്നും ഒറ്റ ആൾതാമസം ഇല്ല കേട്ടോ. അടിസൈഡിൽ മാത്രമാണ് ആൾതാമസം ഉള്ളത്. ബാക്കി ഇങ്ങോട്ടെല്ലാം ഉൾക്കാടാണ്. ആനയും കാട്ടുപോത്തും ഒക്കെയുള്ള കാടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ കുറച്ചൊക്കെ ഇങ്ങനെ നിരപ്പാർന്ന പ്രദേശമാണ്. അത് കഴിഞ്ഞും പിന്നെ ദുർഘടമായിട്ടുള്ള വഴികളാണ് കേട്ടോ ഉള്ളത്. ഇപ്പോൾ ഈ കാടൊക്കെ കണ്ടോ, ഈ സൈഡെല്ലാം വെട്ടിയിട്ടിരിക്കുവാണ്. ഈ സൈഡ് കണ്ടോ, ഇതെല്ലാം ഫയൽ റൈൻ വർക്കായിട്ട് വെട്ടിയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞുള്ള സീസൺ വരുമ്പോൾ ഇവിടെ എല്ലാം കാടായി കിടക്കും. അതിപ്പോൾ മാർച്ച് മാസത്തിലെ ഈ ഒരു വർക്ക് വനം വകുപ്പ് ചെയ്യാറുള്ളൂ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ പോകാനായിട്ട്. കുറച്ചൊക്കെ നല്ല റോഡുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര കട്ടർ, അങ്ങനെയാണ് കേട്ടോ ഈ ഒരു റോഡ്. മഴയായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ. കല്ലും ഒക്കെ ഓടയായി പോകും. റോഡിൽ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. കുറച്ച് ഇങ്ങ് ഇപ്പുറത്ത് വന്ന കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ട ഈ കിടക്കുന്ന ഈറ്റക്കാടാണ്. ഇങ്ങനെയുള്ള ഈറ്റക്കാടുള്ള സ്ഥലത്താണ് കാട്ടാനയൊക്കെ ഏറ്റവും കൂടുതൽ കാണാനുള്ള സാധ്യതയുള്ളത്. അപ്പം നമ്മൾ ഇത്രയും ദൂരം വന്നപ്പോൾ കണ്ട, ഞാൻ കള്ളം പറയുന്നതല്ല, ഇവിടെ നിന്ന് ഒറ്റ മനുഷ്യനില്ല. നമ്മുടെ ഊരിലെത്തിയാൽ മാത്രമാണ് ഇവിടെ നിന്ന് ആൾതാമസം ഉള്ളത്. അപ്പോൾ ആനയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള കാടുകളിലൊക്കെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഈറ്റക്കാട്, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആന കഴിക്കുന്ന ഒരു ആഹാരം എന്ന് പറയുന്നത്. നല്ല ഗട്ടറാണ് കേട്ടോ ഈ ഒരു വഴിയിൽ. രഞ്ജിത്തെ നോക്കിയിരുന്നോണേ, കൊമ്പുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴിയിലെല്ലാം എന്താ ഭയങ്കര കരിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മലങ്കാറ്റായിരുന്നു കേട്ടോ. മലങ്കാറ്റടിച്ച് നമ്മുടെ ഊരിലൊക്കെ ഒരുപാട് കൃഷിനാശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അവിടെ, കൊച്ചിൻ്റെ വീട്, അങ്ങനെ ഒരുപാട് വീടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സ്ഥലത്ത് നിന്ന് തൊട്ട് താഴെ നമ്മൾ മണ്ണാങ്കോണം വഴി പോകുന്ന വഴിയിൽ ഒരു ഊരുണ്ട്, പൊടിയം. അതിന് തൊട്ട് മേളിൽ അയ്യപ്പൻകോണം എന്ന് പറഞ്ഞൊരു ഊരുണ്ട് കേട്ടോ. അപ്പം പണ്ട് താഴെ കൂടെ ഇല്ലായിരുന്ന സമയത്ത് അതാണ്ട് അയ്യപ്പൻകോണിലുള്ളവർ ഈ കാണുന്ന വഴിയിലാണ്, ഇതൊരു റോഡാണ്, ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നിലവിൽ ഇതങ്ങനെ ഉപയോഗിക്കുന്നില്ല. ഇപ്പം നമ്മൾ പൊത്തോട് ഊരിലുള്ളവർ പോകാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഈ മുന്നിലോട്ട് കിടക്കുന്ന ഈ ഒരു റോഡുണ്ട്, ഈ റോഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെയെല്ലാം കുറേ നിരപ്പാർന്ന പ്രദേശമാണ്. അത് കഴിഞ്ഞ് മുത്തിപ്പാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം ഉണ്ട് ഇനിയും നമുക്ക് മുത്തിപ്പാറയിലേക്ക് എത്താനായിട്ട്. എൻ്റെ കൂടെ വന്നത് ഈ പയ്യനാണ്. ഇവൻ കമലകത്തുള്ള പയ്യനാണ്. ആ പേര് പറഞ്ഞോട്. രഞ്ജിത്ത് എന്നാണ് കേട്ടോ പയ്യൻ്റെ പേര്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഓരോരോ പയ്യന്മാർ വരുന്നുണ്ട്. രഞ്ജിത്ത് എന്നാണ് ഈ പയ്യൻ്റെ പേര്. ഇപ്പം കമലക ഊരിലുള്ളതാണ്. നമ്മളോട് വീഡിയോസൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ പയ്യനും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇവിടെ നിന്ന് അങ്ങനെ യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഈ റോഡിലെ ഞാൻ പറഞ്ഞല്ലേ മലങ്കാറ്റടിച്ചിട്ട് മരത്തിൻ്റെ ചുള്ളികൾ, ഇലകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണ് കണ്ട. ദൈവമേ, കമ്പൊക്കെ അതാ. ഇനി അത്യാവശ്യം നമ്മൾ ലോഡൊക്കെ കൊണ്ടുവരുമ്പോൾ റിസ്ക് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ കൂടെയാണ് ഇനി നമ്മൾ ഈ ബൈക്കിൽ കയറി പോകാൻ പോകുന്നത്. നമ്മൾ പതിയെ പോവുകയാണ് കേട്ടോ, പതിയെ പോകാൻ പറ്റുള്ളൂ. ഭയങ്കര സൗണ്ടാണ് കേട്ടോ, കരിയിലേറെ സൗണ്ട്. ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴും ബുദ്ധിമുട്ട് തന്നെ. അതാണ്ട കുഴിയായി കിടക്കുന്നത് അവിടെ. അപ്പോൾ എന്നെ ഇറക്കി വിട്ടിട്ട് അണ്ണൻ നൈസായിട്ട് നല്ല കുഴിയുള്ള ഇടമാണ്. അപ്പം പുള്ളി എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് വണ്ടി കൊണ്ടുവരുന്നുണ്ട്. ഭയങ്കര പാടാനുള്ള വേറൊരു കുഴിയാണ്. അപ്പോൾ അത്രയും കട്ടർ പിടിച്ച സ്ഥലം താണ്ട തൊട്ട് താഴെയാണ് കേട്ടോ, ആ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയൊക്കെ കയറി വന്നു. പിന്നെ ഇവിടെ കുറച്ച് ഫ്രണ്ടിലെ ഒരു മരക്കൊമ്പ് വീണ് കിടക്കുകയാണ് കേട്ടോ വഴിയിൽ. ഞാൻ പറഞ്ഞല്ലോ മലങ്കാറ്റ്, ഭയങ്കര മലങ്കാറ്റാണ്. അപ്പോൾ ഇന്ന് കുറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ മലങ്കാറ്റ്. അപ്പോൾ രഞ്ജിത്തെ, അത് മാറ്റാൻ പറ്റിയാൽ പോവാം, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും നിൽക്കാം, എങ്കിൽ നമുക്ക് തിരിച്ചു വരേണ്ടി വരും. ഫ്രണ്ടിൽ ഇതാ കിടക്കുന്ന പയ്യൻ പോകുന്നതിൻ്റെ നേരെ ഫ്രണ്ടിൽ കണ്ടോ, അവിടെ മരക്കാട് കിടക്കുകയാണ്, അവിടെ റോഡ് അടഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ എനിക്ക് തോന്നുന്നു ഇപ്പുറത്ത് ആ കാട്ടിൻ്റെ അവിടെ കൂടെ എനിക്ക് ഒന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പം ഇതെന്തായാലും ഇനി വെട്ടി മാറ്റണം. അപ്പോൾ ഇടയ്ക്ക് നമ്മളിവിടെ എന്തെങ്കിലും ആവശ്യമായിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്, വീട്ടിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതിലെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വഴി അടഞ്ഞ് കിടക്കുകയാണ്. എടാ പോകാൻ പറ്റുമോടാ അതിലേ? ഇതാ ഈ വഴി നോക്ക്, ഇതിലേ പോകാൻ പറ്റുമല്ലോ. അതല്ല, ഇതിൻ്റെ താഴെ കൂടെ കണ്ട, അതിലേ ആരെ പോയിരിക്കും പോലെ തോന്നിയിരിക്കണേ.
എന്തായാലും നമ്മൾ ചെറിയൊരു വഴി കിട്ടിയാൽ മതി, നമ്മൾ അവിടെ കൂടെ കയറി പോകും. മലങ്കാറ്റടിച്ച് വഴിയിൽ മരങ്ങൾ വീണ് കിടക്കുകയാണ്. അപ്പം ആ കാട്ടിനകത്തൂടെ രഞ്ജിത്ത് ഒരു ചെറിയൊരു വഴി പോലെ നോക്കി വെച്ചിട്ടുണ്ടവൻ. അതിലെ അവൻ പറയണ ആ ഒരു വഴി കൂടെ ആയിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ രഞ്ജിത്തെ പോട്ടെ, ഞാൻ വണ്ടി എടുത്ത് വരാം. അങ്ങനെ തന്നെ അല്ലോ, ഇത് ഓ അത് തന്നെ അല്ലോ. കാട്ടിൽ കൂടെ അങ്ങനെ നമ്മൾ ആ കാട്ടിൽ കൂടെയൊക്കെ എങ്ങനെയാണ് നമ്മൾ കയറി വന്ന് കേട്ടോ, ബൈക്കും കൊണ്ട്. ഇനി അടുത്ത് ഫ്രണ്ടിൽ വല്ല കൊമ്പോ മരമോ വല്ലതും കിടപ്പുണ്ടോ എന്നറിയത്തില്ല. നമ്മളെന്തായാലും പിന്നെയും നമ്മൾ മുത്തിപ്പാറ ലക്ഷ്യമാക്കിയിട്ട് നമ്മളുടെ യാത്ര എങ്ങനെ ഈ ഒരു കൊടും കാട്ടിലൂടെ അങ്ങനെ യാത്ര ചെയ്യാൻ കേട്ടോ. എടാ, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത അറിയാമോ? ഇല്ല. ഇവിടെയാണ് മറ്റേ പണ്ടൊരു അമ്മുമ്മ ആ ഒരു ഭാഗത്താണ് മരിച്ചു കിടന്നത്. മരത്തിൻ്റെ മുട്ടിൽ അപ്പുറത്തെ പേഴുണ്ടല്ലോ അവിടെ, ഞാൻ പറഞ്ഞത് എവിടെയാണ്. അവിടെ കണ്ട ഒരു വലിയ പേഴ് കിടക്കണം അതിൻ്റെ മൂട്ടിൽ. അങ്ങനെ നമ്മൾ പോവുകയാണ് കേട്ടോ. ഇവിടെ ഒരു ഏർമാടം ഉണ്ടായിരുന്നു കണ്ടോ, ഒടി പോലെ. അപ്പം പിന്നെയും നമ്മൾ അങ്ങോട്ട് ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ ഇതിന് താഴെ വേറെ കുറേ പാറകളൊക്കെ ഉണ്ട്. പാമ്പിഴഞ്ചാമ്പാറ, പിന്നെ കരടി മുറിച്ചാമ്പാറ, അങ്ങനെ കുറേ പാറകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്തത് ആ ഫ്രണ്ടിലും ഒരു മരം വീണ് കിടക്കുകയാണ്. ഇതാ ഈ സൈഡിലൊരു മരം കിടപ്പുണ്ട്, അതിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കാം. ഇതിൽ കുഴപ്പമില്ല കേട്ടോ, ഇത് റോഡിൻ്റെ സൈഡിലാണ് കിടക്കുന്നത്. ചെറിയൊരു ഇറങ്ങി പോത്തിൻ്റെ ചോട്ട്. ഇല്ല വന്നപ്പോഴേ വഴിയിൽ കാട്ടുപോത്ത് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. കണ്ടാ നിൽക്കുന്നുണ്ടോ? ഇതാ നിൽക്കുന്നത്, നമ്മളെ നോക്കി നിൽക്കുകയാണ് കണ്ടോ കാട്ടുപോത്ത്. അപ്പോൾ എന്തായാലും ഇനി ഇതിനെ എങ്ങനെ ഓട്ടിക്കാന്നുള്ള മാർഗ്ഗമാണ് നമ്മൾ നോക്കുന്നത്. രഞ്ജിത്തെ നോക്കിയിരുന്നോ, ചിലപ്പോൾ അത് ഇങ്ങോട്ട് നമ്മളെ നേരെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കണ്ട കാട്ടുപോത്തുണ്ട്, ഇവിടെ നിൽക്കുകയാണ്, ഒത്ത വഴിയിൽ നിൽക്കുകയാണ്. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കട്ടെ പതിയെ. ആനേരെ വലിപ്പമുണ്ട്, ആനേരെ വലിപ്പമുണ്ട് ശരിക്കും. ഇത്രയും ദിവസം നമ്മൾ യാത്ര ചെയ്തിട്ട് നമ്മൾ ഇന്ന് ആദ്യമായിട്ടാണ് കാട്ടുപോത്തിനെ കാണുന്നത്. നമ്മൾ യാത്ര ചെയ്തിട്ട് ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് വണ്ടി കൂട്ടിച്ച് വെക്കും. നീ നോക്കി നിന്നോണേ. ഓക്കെ, ഓടാൻ കണക്കിന് നിന്നോ. നടക്കും. അവിടെ നിൽക്കുകയാണ്. ഇതെന്തായാലും ഭയമുള്ള പോത്താണെന്ന് എനിക്ക് തോന്നണില്ല. വണ്ടി ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയിട്ടും സാധനം പോകണില്ല, പോത്ത് പോകണില്ല. ഇതവിടെ നിൽക്കുകയാണ് എല്ലാം കൂടെ. രണ്ടെണ്ണല്ലേ റോട്ടിൽ? രണ്ടെണ്ണം അല്ലടാ, പറ്റുകൊണ്ടാ. ഇതൊരു പണി ഇറങ്ങിയിട്ടേ മരത്തിലിട്ട് അടിക്കാം. അപ്പം പോവുകയാണെങ്കിലോ. ഓക്കെ, ഒരു പരിപാടി നടക്കണില്ല ചേട്ടാ. പോത്ത് രണ്ടെണ്ണം റോഡ് മാറി ഇപ്പുറത്ത് വന്ന് കുട്ടിയാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ളത് ഒരു ഒറ്റേനാണ്, അത് ആണാണ് കേട്ടോ. അവിടെ നിൽക്കുകയാണ്. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആനയുടെ വലിപ്പമുള്ള ഓരോ പോത്തുകളാണ് ഇവിടെ ഉള്ളത്. രഞ്ജിത്തടയി പോകണ്ടേ, അങ്ങോട്ട് പോകണ്ടേ? ഓടാൻ കണക്കിന് സൈഡ് മാറി നിന്നോ. മരത്തിൻ്റെ ബാക്ക് പറഞ്ഞില്ലടാ. ഡേയ്, മരം നോക്കി നിന്നോ ബാക്ക്. പോട്ടെ. ആ വഴി കൂടെ പോണണ്ട രണ്ടെണ്ണം. എൻ്റെ പോയി ഏറ്റ പറ്റോടാ. ഫോണിലിടറാ 4 പേരാ. മൊത്തം 4 പേര് ഇല്ലോ പോണു. എറാ ഉള്ളതിലിട്. നീ ആൾക്കാർ വിശ്വസിക്കില്ല, നമ്മൾ പറയണ കള്ളമെന്ന് വിചാരിക്കും. സത്യമായിട്ട് ഇതാ പോണ്. എത്ര എണ്ണം നോക്ക്. എൻ്റെ അപ്പോ അതാ ഓടുന്നു. അതാ പോണു കേട്ടോ. ഒന്ന് ഇപ്പം 4 ആയി, 5 6 ആയി.
അങ്ങോട്ട് നീ നോക്കാം. എടാ നില്ലടാ, പോവല് എന്നാ ഓടുന്നു കാട്ടിലോട്ട്. ആറെണ്ണോ ഇല്ലേ? നമ്മൾ പറഞ്ഞല്ല, നമ്മൾ ഒരുപാട് ദൂരം നമുക്കൊരു യഥമില്ല. കാരണം നമുക്ക് മറഞ്ഞു നിൽക്കാനൊന്നും പറ്റിയൊരു യഥമുള്ള സ്ഥലമല്ല. അപ്പോൾ ഇവിടെയാണ് പോത്ത് നിന്നത് കേട്ടോ. നമ്മൾ ഫോണിൽ സൂം ചെയ്ത് കാണിച്ചില്ലേ, ഇവിടെയാണ് പോത്ത് നിന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ കാട്ടിലാണെന്ന് തോന്നുന്നു. വലിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അമ്പോ, ഇത്രയും നാൾ ഞാൻ ഈ വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്തിട്ട് ഇന്നാണ് കാട്ടുപോത്തിനെ കണ്ടത്. നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ പോയില്ല, അത് മാന്യമായിട്ട് അത് കാട്ടിലോട്ട് ഇറങ്ങിപ്പോയി. നമ്മളൊന്നും ചെയ്തില്ല അതിനെ. അപ്പോൾ അങ്ങനെ ബൈക്ക് എടുത്തിട്ടുണ്ടേ, അത് ആ കാട്ടുപോത്ത് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് സംഭവം പോകാത്തത്. ഒറ്റേനൊക്കെ ആണെങ്കിൽ ചിലതാണെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോകും കേട്ടോ. കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു സംഭവം പോയില്ല. ഇവിടെ ഈ ഒരു ഭാഗത്താണ് നിന്നത്. ഇത് മെയിൻ താരയാണ് ഇവിടുത്തെ. ഇവിടെ നിന്നു ഈ ഒരു ഭാഗത്തൂടെയാണ് അത് പോയത്. നമ്മൾ സൂം ചെയ്ത് കാണിച്ചില്ല. ഈ ഒരു ഭാഗത്തൂടെയാണ് അത് പോയത് കേട്ടോ. വണ്ടി നിർത്തിയിരിക്കുന്ന ഈ ഒരു സ്ഥലത്താണ് കേട്ടോ ആ കാട്ടുപോത്തൊക്കെ നിന്നത്. ഇനി ഇവിടെ നിന്നൊരു 200 മീറ്റർ 300 മീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി. നമ്മുടെ ഈ ഒരു സ്ഥലം മുത്തിപ്പാറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പം കാട്ടുപോത്ത് നമ്മൾ പറഞ്ഞല്ലോ, കാട്ടുപോത്ത് ആന ഒക്കെയുള്ള സ്ഥലമാണ്. ഒറ്റയ്ക്കെതിരെ പോകാൻ ഡേഞ്ചറാണ്. അങ്ങനെ ആരും ഒറ്റയ്ക്ക് അങ്ങനെ വരാറില്ല. പിന്നെ എനിക്ക് വരണമെന്ന് വിചാരിച്ചാൽ ഞാൻ വരും. പക്ഷേ ഈ ഒരു സമയത്തൊന്നും അങ്ങനെ വരാൻ പറ്റില്ല. എൻ്റെ ചേട്ടൻ ഒറ്റയ്ക്കാണ് ഇതിലേക്ക് പറഞ്ഞത് കേട്ടോ. പിന്നെ എൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്. അപ്പം നമ്മൾ മുത്തിപ്പാറ എന്ന് പറയുന്ന പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേയൊക്കെ ഭയങ്കര കട്ടറും പാറയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ ഒരു പാറയ്ക്ക് മുകളിലൂടെയാണ് കേട്ടോ പോണത്. ഇതെല്ലാം മുത്തിപ്പാറയുടെ ഭാഗമായിട്ടുള്ള പാറയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മുത്തിപ്പാറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെത്തും. നമ്മൾ ഇതിലേ തിരിച്ച് വന്നിട്ട് എനിക്ക് വേണമെങ്കിൽ ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയാൽ മതി എൻ്റെ വീട്ടിലോട്ട്. നമ്മൾ മുത്തിപ്പാറ എത്തി കേട്ടോ. മുത്തിപ്പാറ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു അമ്പലമാണ്. അമ്പലം എന്ന് പറയുമ്പോൾ നമ്മുടെ വനത്തിലെ പൂജയൊക്കെ ചെയ്യുന്ന ഒരു അമ്പലമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു പാറയുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കതിർമുടി പെട്ടുകല്ലെന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പം ഞങ്ങൾ കോട്ടൂരേക്ക് പോകുന്നത് ഇതുവഴിയാണ് മുമ്പൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് താഴെ കൂടെയുള്ള വഴി പോയത്. നമ്മൾ ഇത്രയും ദൂരം ഇങ്ങനെ കവർ ചെയ്ത് വന്നിട്ട് ഒരു 4 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്ത് വന്നിട്ടും ഇവിടെയൊന്നും ഒറ്റ മനുഷ്യനെ കാണില്ല. കാരണം ആൾതാമസം ഇല്ലാത്ത വഴിയാണ്. അപ്പോൾ ഈ സൈഡുണ്ടല്ലോ, ഈ ഒരു ഭാഗത്താണ് ആ ഒരു പാറയുള്ളത്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ട് ആ പാറയിലെ കാഴ്ചകൾ കാണിച്ചു തരാം. അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലത്ത് നിന്ന് പോകുന്ന ഒരു മുത്തിയമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ഇവിടെ നമ്മുടെ വനദേവതയായിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പം വണ്ടിയിൽ വരുന്ന വണ്ടിക്കാരൊക്കെ ഇവിടെ ഒന്ന് ചെറുതായിട്ട് തിരിയെത്തിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് അവരെല്ലാം നമ്മളെ ഊരിലേക്ക് പോകുന്നത്. ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ ഈ ഫ്രണ്ടിൽ കൂടെ കിടക്കുന്ന വഴിയുണ്ട്. അതാ ഈ വഴി. ഇതിലെ ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലെത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ മുത്തിപ്പാറ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രഞ്ജിത്തും കൂടെ ഇനിയിപ്പോൾ മുത്തിപ്പാറ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ പിന്നെ ആ ഭാഗത്തൊക്കെ കുറച്ച് കാണിക്കാനുണ്ട്. നമുക്കെന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും രഞ്ജിത്തെ വാ. ഒരുപാട് യാത്രകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ചെയ്ത യാത്രയിലാണ് നമുക്ക് കാട്ടുപോത്തിനെ കാണാൻ പറ്റിയത്. ഭാഗ്യം കൊണ്ടത് നമ്മൾ ആക്രമിച്ചുമില്ല, നമ്മൾ അതിനെ ശല്യപ്പെടുത്താനും ഒന്നും പോയിട്ടുമില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞ് ആരാധനാലയമാണ് കേട്ടോ നമ്മൾ. അതുകൊണ്ട് തന്നെ ചെരുപ്പൊക്കെ ഊരിയിട്ടാണ് ഈ ഒരു പാറയ്ക്കകത്തോട്ട് കയറുന്നത്. അപ്പോൾ ഇവിടെ വനദേവതമാരെ പൂജിക്കുന്നതാ ഇവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അപ്പം കൊടും വെയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് പൈസയൊക്കെ ഇട്ടിട്ട് ഇവിടെ പ്രാർത്ഥിക്കും. പിന്നെ അത് കഴിഞ്ഞ് മുത്തിയമ്മ എന്നുള്ളൊരു സങ്കല്പത്തിൽ താഴെയാണ് വിളക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ ഈ ഒരു വനത്തിനകത്ത്. ഇവിടെ ഇങ്ങനെ ഒരു പീഠം കെട്ടിയിട്ട് ഇവിടെയാണ് മുത്തിയമ്മ സങ്കല്പത്തിൽ ഒരു പീഠം പോലെ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിളക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം ഒരു വനത്തിനുള്ളിലുള്ള ഒരു വനസങ്കല്പമാണ്, ഒരു ദേവതാ സങ്കല്പമാണ് മുത്തിയമ്മ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ മുത്തിപ്പാറയിൽ വെള്ളം ആ ഒരു ഭാഗത്തൊക്കെ കിട്ടും കേട്ടോ. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ മുതുമറ ആറ്റിൽ ഇറങ്ങണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊന്ന് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും മുത്തിപ്പാറ മുത്തിയമ്മയുടെ ഇവിടെ വന്നപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാകട്ടെ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇതിന് പിറകിൽ കേട്ടോ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഈ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കളം ഉണ്ടായിരുന്നു, അതായത് കൊടുതി കൊടുക്കുന്ന സ്ഥലം ആ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ വലിയൊരു ഉത്സവം പോലെ ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തുമായിരുന്നു കേട്ടോ. ഇന്ന് പൊങ്കാലയൊക്കെ ഇട്ട ആ ഒരു ഇതാണ് കേട്ടോ, ആ ഒരു കല്ലൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി കുറച്ച് താഴോട്ടൊക്കെ നമുക്ക് ഇറങ്ങി നോക്കാം മുത്തിപ്പാറയുടെ കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ പതിയെ നടക്കുകയാണ് കേട്ടോ ഈ ഒരു പാറയിലൂടെ നടക്കുന്നത് കൊണ്ട് തന്നെ കാലൊക്കെ ശരിക്കും തീ പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. തീ പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തീയാണ് കേട്ടോ. അതുകൊണ്ട് അത്രയും വെയിലുള്ളത് കൊണ്ട് തന്നെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു മുത്തിപ്പാറയിൽ ഭയങ്കരമായിട്ട് ചൂടടിക്കും. അത് എങ്ങോട്ട് നോക്കിക്കേ എത്ര ദൂരമാണ് ഈ ഒരു പാറ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതെന്ന്. മുത്തിപ്പാറ വന്നപ്പോൾ ദാണ്ട് ഇവിടെ ഒരു മുളങ്കൂട് കണ്ടോ, ഇത് ആന വലിച്ചിട്ടിരിക്കുന്നതാണ്. അതാണ്ടോ ഇന്നലെ എന്നത്തെ പണിയാണ്. അതാണ്ട ആന തന്നെ, വലുതല്ല, ഒരു മീഡിയം സൈസ്. ഇതാണ്ട ആന വലിച്ചിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ട്, അത് മാത്രമാണുള്ളത്. അപ്പം നമ്മൾ മുത്തിപ്പാറ വന്നിട്ടേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഒരു കുളമുണ്ട്, കുളം പിടിച്ച് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. എന്നിട്ട് ആദ്യം നമുക്ക് കുളം പിടിച്ച് വെച്ചാലോ. അപ്പോൾ ഇതാണ് കേട്ടോ മുത്തിപ്പാറയിലെ കുളം. നമ്മൾ കുറേ കാലമായി വൃത്തിയാക്കിയിട്ട്. അപ്പം നമുക്ക് വൃത്തിയാക്കി വയ്ക്കാം. ആരെങ്കിലുമൊക്കെ വെള്ളം കുടിക്കാൻ വരുവാണെങ്കിൽ അവർ കുടിച്ചിട്ട് പോട്ട്. മൃഗങ്ങൾക്കും കുടിക്കാം, നമുക്കും കുടിക്കാം, ആർക്കും കുടിക്കാം. അല്ലേ രഞ്ജിത്തെ? ഇത് പാടാണ് കേട്ടോ, കുറേ കാലമായിട്ട് ഇങ്ങനെ വൃത്തിയാക്കൊക്കെ കിടക്കണമുണ്ട്. നമുക്കല്ലെങ്കിലേ ആർക്കെങ്കിലും ഉപയോഗപ്പെടുമല്ലോ, അത് മതി. അപ്പോൾ ഇവിടെ നമ്മൾ കുളം പിടിച്ച് വെച്ച് കേട്ടോ, കുളം പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെളിയും കേട്ടോ, ഇനി കുറേ സമയം കഴിയുമ്പോൾ തെളിയുള്ളൂ. അപ്പോൾ നമ്മൾ അപ്പുറത്തൊക്കെ കറങ്ങിയിട്ട് ഇനി വെള്ളം കുടിക്കാൻ വരുമ്പോഴത്തേക്കും ഇത് തെളിയും. അപ്പോൾ എനിക്ക് തൊണ്ടായതുകൊണ്ട് ഞാനങ്ങനെ പച്ചവെള്ളം കുടിക്കുന്നതല്ല, അഥവാ ആരെങ്കിലും വരണമെങ്കിൽ ഉപകാരപ്പെടും. അതെല്ലാം മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടല്ലേ. അവരുടെയൊക്കെ പ്രധാന ഒരു ജലസ്രോതസ് എന്നൊക്കെ പറയുന്നത് ഇതാണ് ഈ ഒരു ഭാഗത്ത്, വേറെ ഇല്ല വെള്ളം കിട്ടുന്ന സ്ഥലങ്ങൾ. അപ്പോൾ വേനൽ സമയമാകുമ്പോൾ മൃഗങ്ങളൊക്കെ കൂടുതലും ഈ വെള്ളമുള്ള സ്ഥലങ്ങൾ നോക്കി മാത്രമേ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് അത് നിൽക്കത്തുള്ളൂ കേട്ടോ. നമ്മളിതാ അവിടെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് വന്ന് നമ്മൾ കുളമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വന്നു. ഇനിയിപ്പം താഴോട്ടാണ് പോകുന്നത്. താഴോട്ട് ഈ ഒരു പാറ മൊത്തം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. എന്നിട്ട് നമുക്കിവിടെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പം നമ്മുടെ ചാനലിലൂടെ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മുടെ സുഹൃത്തുക്കൾ എന്തായാലും കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുണ്ട, ഇതൊരു ആനപ്പിണ്ടമാണേ രഞ്ജിത്തെ. എൻ്റെ പിന്നെ ഇതെന്താ 1 കിലോയ്ക്ക് കൂടുതലുണ്ടോ ആനപ്പിണ്ടത്തിൻ്റെ കനം. നമുക്ക് ഓമ്പോ പുല്ലും പൊടി ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മനോഹരമായിട്ടുള്ള മുത്തിപ്പാറയിൽ നിന്ന് നമ്മൾ കുറച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതൊരു ആരാധനാലയമാണ്, ഒരു വിശ്വാസം ഒക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്നും വന്ന് പ്രകൃതിയെ ഒരിക്കലും നമ്മൾ ചൂഷണം ചെയ്യരുത്. എങ്കിലും നമുക്ക് അതിനുള്ളൊരു പണി നമുക്ക് അങ്ങനെ തന്നെ കിട്ടും കേട്ടോ. വനത്തിനുള്ളിലൊക്കെ ഒന്ന് നമ്മൾ പ്രകൃതിയെ ദ്രോഹിക്കാതെ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യണം. അപ്പോൾ ഇത്രയും വൃത്തിയുള്ള അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള പാറ കണ്ട. ഇതിപ്പം നിലവിലൊരു ടൂറിസ്റ്റ് സ്ഥലമോ ഒന്നുമല്ല. നമ്മൾ ഇതിലെ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണും, എന്നിട്ട് പോകും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പാറ, ഈ ഒരു ഭാഗമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മൃഗങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ആനത്താരെന്തോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തെളിഞ്ഞ് കിടക്കണുണ്ട് അവിടെ. സോഫ്റ്റ് അതല്ല, ഇനി അവിടെ പോയി നോക്കിക്കാണ് അത് ആനയുടെ കൊള്ളയാണോ എന്ന്. ഇവിടെ കണ്ടാൽ ചെറുതായിട്ട് ഇലയൊക്കെ വാടി കിടക്കുന്നത് ആനയാണ് കേട്ടോ. ഒരൊറ്റേന്ന് ആനയെന്ന് തോന്നണം കേട്ടോ. ഒറ്റേന്ന് തന്നെ കണ്ട അവിടെ കൂടെ ചവിട്ടി നമ്മളിന്ന് അവിടെ കൂടെയൊക്കെ ഇങ്ങനെ ചവിട്ടി ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഭാഗത്ത് നിൽക്കേണ്ട. ഈ ഒരു ഭാഗത്താണ് കേട്ടോ ആനയുടെ സാന്നിധ്യം കണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങ് മുത്തിപ്പാറയ്ക്ക് കുറച്ച് താഴെ ഇങ്ങ് വന്നപ്പോഴാണ് ആ ഒരു ആനയുടെ സാന്നിധ്യം കണ്ടത്. പിന്നെ നമ്മൾ നേരെ മേളിൽ ആ കുളത്തിൻ്റെ അവിടെ പോയപ്പോഴും ആ ഒരു ആനയുടെ ഒരു കാൽപ്പാടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. പിന്നെ അത് തെളിവായിട്ട് ഇതാ ഇവിടെ കണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നത്. ഇവിടെ കണ്ടു, ഇതൊക്കെ 1 മാസം 2 മാസമൊക്കെ പഴക്കമുള്ളതാണ് ആനപ്പിണ്ടങ്ങൾ. അപ്പോൾ ആനയുടെയൊക്കെ പ്രധാന ഒരു കേന്ദ്രമാണ് ഈ ഒരു മുത്തിപ്പാറ എന്നൊക്കെ പറയുന്നത്. കാരണം ഇവിടെ അത്യാവശ്യം തൊട്ട് താഴെ ഉണ്ടല്ലോ, അവിടെ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ആറ്. അപ്പോൾ അവിടെ ഇങ്ങനെ ആനയൊക്കെ വന്ന് നിൽക്കാറുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെയാണ് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ സ്രോതസ്സുള്ളത്. മുത്തിപ്പാറയ്ക്ക് കുറച്ചും താഴെ കേട്ടോ. അപ്പോൾ രഞ്ജിത്തെ ആനയുടെ സാന്നിധ്യമൊക്കെ കാണുന്നുണ്ട് കേട്ടോ.
വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പന്നി പോത്ത് ഇതൊക്കെ വെള്ളം കുടിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഇത്? പിന്നെ വൈകുന്നേരം ആകുമ്പം പോത്തിൻ്റെയൊക്കെ പ്രധാന കേന്ദ്രമാണ്, കണ്ടോ ആവാസ വ്യവസ്ഥയാണ് അവരുടെയൊക്കെ. ഇവിടെ പുല്ലൊക്കെ മേഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ഇതാ ചെമ്പിട്ട് വെള്ളമാണ് കേട്ടോ ഇവിടെ ഉള്ളത്, ഇതായി കുഴിക്കകത്ത്. അപ്പം പോത്ത്, ആന അങ്ങനത്തെ മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മുത്തിപ്പാറയിൽ. ഒരു പാറയ്ക്ക് മുകളിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഇതങ്ങനെ വറ്റി പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. പാറയ്ക്ക് മുകളിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ഈ കുഴിയിൽ നമ്മൾ കിണർ വെട്ടുന്നത് പോലെയൊന്നുമില്ല. പാറയ്ക്ക് മുകളിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ അത് കുറേ കാലം ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇത്രയും കണ്ട എന്ത് രസമാണെന്ന്. കാട്ടിലൊരു കിളി വിളിക്കുന്നതിൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു തരാവേ. മഞ്ഞക്കിളിയാണ് കേട്ടോ വിളിക്കുന്നത്. മഞ്ഞക്കിളിയുടെ സൗണ്ട് കേട്ടോ, കൊള്ളാം കേട്ടോ രഞ്ജിത്തെ. ഈ ഒരു ഭാഗം അത്യാവശ്യം പച്ചപ്പുണ്ട് കേട്ടോ. നമ്മൾ തോപ്പ് താഴെയാണ് ഇരിക്കുന്നത്, ഏറ്റവും താഴെ. അവിടെ നിന്ന് മുകളിലോട്ട് പോകാൻ പോവുകയാണേ നമ്മുടെ മുത്തിപ്പാറ മൊത്തം കണ്ട് തീർത്തു. ആ ഒരു ഭാഗം, ഈ ഒരു ഭാഗം ഇങ്ങനെയാണ് മുത്തിപ്പാറ ഉള്ളത്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നതെന്ന് പറയുന്നത് കണ്ട തുമ്പയുണ്ടല്ലോ, കാട്ടുതുമ്പയാണ്. അതിൻ്റെ പൂ കണ്ടോ, ഇത് അടിപൊളിയാണ്, നല്ല നീല കളർ പൂവാണ് കേട്ടോ, കാട്ടുതുമ്പ. അത് മാത്രമേ ഉള്ളൂ ഇവിടെ കാണിച്ചു തരാനായിട്ട്. അല്ലാതെ ഒന്നും തന്നെ ഈ ഒരു മുത്തിപ്പാറയിലില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുത്തിപ്പാറ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണേ. അങ്ങനെ അത്യാവശ്യം വെയിലാണെങ്കിൽ തന്നെ കുഞ്ഞു കുഞ്ഞു കാറ്റൊക്കെ ഇവിടെ അടിക്കുന്നുണ്ട് കേട്ടോ, ചെറിയ കാറ്റ്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ പോവുകയാണ്. അങ്ങോട്ട് നടന്നിട്ട് നമ്മൾ പിടിച്ചു വെച്ച കുളം റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു സ്ഥലം കാണിച്ചു തരാം. അങ്ങ് മേളിലൊരു ടോപ്പ് കാണുന്നുണ്ട്, അതാണ് നമ്മുടെ കതിർമുടി. അപ്പം കതിർമുടിയിൽ നമ്മൾ ഇതുവരേക്കും പോയി വ്ളോഗ് എടുത്തിട്ടില്ല. അപ്പോൾ ഇനി പറ്റുവാണെങ്കിൽ നമ്മളൊരു ദിവസം കതിർമുടിയിലും കൂടെ യാത്ര ചെയ്യും. നമ്മൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ പറഞ്ഞ വെള്ളക്കുളത്തിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട്, നമ്മൾ കുടിച്ച് വെച്ച കുളത്തിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് പതിയെ ബാഗ് എടുത്തിട്ട് തിരിച്ച് നമുക്ക് കമലോകത്ത് നമ്മളെ കൊണ്ടുവന്ന പയ്യനെ കൊണ്ടുവിടണം. എന്നിട്ട് തിരിച്ചെനിക്ക് എൻ്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. നമ്മളിതാ പിടിച്ചു വെച്ച ആ ഒരു കുളത്തിൽ വെള്ളം സെറ്റായിട്ടുണ്ട് കേട്ടോ. അതാ വെള്ളം തെളിഞ്ഞിട്ടുണ്ട്. വെള്ളം എടുത്ത് കുടിച്ചു രഞ്ജിത്തെ. മട്ടില്ലാത്ത സ്ഥലത്ത് നിന്ന് കുടി. കൊള്ളാവോ? ശുദ്ധമായ വെള്ളമില്ലേ? പിന്നല്ല, ഇത് പ്രകൃതിയിൽ നിന്ന് ഇതുപോലെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ ഭയങ്കര രസമാണ് കേട്ടോ. പ്രകൃതിയിൽ നിന്ന് ഒഴുകി വരുന്ന ആ സ്ഥലത്ത് നിന്ന് തന്നെ നമ്മൾ വെള്ളം കുടിക്കണം, അതിൻ്റെയൊക്കെ ഒരു സുഖം വേറെ തന്നെയാണ്. അങ്ങനെ നമ്മളെ മുത്തിപ്പാറയിൽ നിന്ന് നമ്മളിനി വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മുത്തിപ്പാറയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പിടിച്ചു വെച്ച കുളത്തിൽ നിന്ന് നമുക്ക് വെള്ളം ദാഹിച്ചാണെങ്കിലും ഞാൻ വെള്ളവും കുടിച്ചു കേട്ടെ. അങ്ങനെ പച്ചവെള്ളം കുടിക്കാത്തതാണ് പനി കാരണം, തൊണ്ടവേദനയൊക്കെ കാരണം. പാറയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുത്തിപ്പാറയൊക്കെ കണ്ടിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് മുത്തിപ്പാറ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. മുത്തിയമ്മയുടെ സ്വന്തം മുത്തിപ്പാറ, അതിൻ്റോടൊപ്പം ആ ടോപ്പിൽ കാണുന്ന കതിർമുടി, അതിന് മുകളിൽ പോയാൽ നമുക്ക് ഒരുപാട് വ്യൂ ഉണ്ടല്ലോ, നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു കതിർമുടി എന്ന് പറയുന്ന ആ കാണുന്നത്. എന്തായാലും മുത്തിപ്പാറ എങ്ങനെയുണ്ട്? ഇത്രയും കാട്ടിനുള്ളിലൂടെ വന്നിട്ട് നമ്മൾ മുത്തിപ്പാറയിലെ കാഴ്ചകൾ അടിപൊളിയാക്കി നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്ത് രസമാണെന്ന് നോക്കിയേ. പക്ഷെ നല്ല വെയിലാണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്കൊരു 2 കിലോമീറ്റർ പൊക്കഴിഞ്ഞാൽ ഈ കാട്ടിനകത്തൂടെ പൊക്കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതിലേ ഞാൻ പോകുന്നില്ല. ചിലപ്പം ഇവനെ ഈ നമ്മൾ കൊണ്ടുവന്ന പയ്യനെ തിരിച്ച് അവൻ്റെ വീട്ടിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുവിടണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വന്ന വഴി തന്നെയാണ് കേട്ടോ നമ്മളിനി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ പൊടിയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും നമ്മുടെ പൊത്തോട്, അതായത് എൻ്റെ ഊരിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു മുത്തിപ്പാറ എന്ന് പറയുന്നത്. ഏകദേശം പൊടിയത്ത് നിന്ന് പൊത്തോട് വരെ ഒരു 4.5 കിലോമീറ്ററോളം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3.5 കിലോമീറ്ററോളം പുറകിലാണ് നമ്മളെ ഈ ഒരു മുത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പം ഇവിടുത്തെ പ്രധാന ആരാധന എന്ന് പറയുന്നത് മുത്തിയമ്മ എന്ന് പറയുന്ന ഒരു വനദേവതാ സങ്കല്പത്തിലാണ് ഇവിടുത്തെ പൂജകളൊക്കെ നടക്കുന്നത്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പൂജകളൊക്കെ നടത്തുമായിരുന്നു. ഇപ്പം കുറേ കാലങ്ങൾ ഇവിടെ പൂജകളൊന്നുമില്ല. പക്ഷേ ഇതുവഴി യാത്ര ചെയ്ത് പോകുന്ന വണ്ടിക്കാരും അതുപോലെ നമ്മളെപ്പോലെ പോകുന്നവരെല്ലാം ഇവിടെ വന്നിങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷമൊക്കെയാണ് ഇവിടെ നിന്ന് പോകുന്നത്. അതല്ല, ഇതിന് ആ സൈഡിൽ ഒരു കുളമുണ്ട്. അതിപ്പോൾ ഒരുപാട് നാളായി ഇതിലെ അങ്ങനെ ആൾക്കാരൊന്നും പോകാത്തത് കൊണ്ട് തന്നെ
അതിങ്ങനെ കാടൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ ഞാനും നമ്മളെ കൂടെ വന്ന രഞ്ജിത്തും കൂടെ അതൊക്കെ വൃത്തിയാക്കി വെച്ചു. അപ്പം നമ്മൾ അതിൽ നിന്ന് വെള്ളവും കുടിച്ചു. ഇനി അതിന് മൃഗങ്ങൾക്ക് വേണമെങ്കിൽ മൃഗങ്ങൾക്കും കുടിക്കാം, മനുഷ്യർക്ക് വേണമെങ്കിൽ മനുഷ്യർക്കും കുടിക്കാം, ആർക്ക് വേണമെങ്കിലും കുടിക്കാം. പിന്നെ ആനയുടെ ശല്യമൊക്കെയാണ്. പിന്നെ നമ്മൾ വന്നപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാട്ടുപോത്തിനെ കണ്ടു. നമ്മുടെ ഗോപ്രോയിൽ സൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് നമുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. നമ്മൾ ഫോണിൽ ചെറുതായിട്ട് അത് സൂം ചെയ്തിട്ടുണ്ട്. കാട്ടുപോത്തിനെ നമ്മൾ കല്ലെറിയാനോ ഒന്നുമില്ല, അതിനെ നമ്മൾ വഴിയിൽ നിന്ന് അത് തനിയെ അങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മളെ മുത്തിപ്പാറയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഒരുപാട് സന്തോഷം. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ അങ്ങനെ 20,000 ഫാമിലി ആവാറായിക്കൊണ്ടിരിക്കുകയാണ്. അതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ 2024 ഇപ്പം നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. 2025 നമ്മളിപ്പം മൂന്നാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. മുമ്പിട്ട് 2 വീഡിയോയ്ക്കൊന്നും നമ്മൾ വിചാരിച്ചത്ര റെസ്പോൺസ് ഒന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കൊണ്ട് ഹെൽപ്പ് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങൾ, നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ തന്നെയാണ് നമ്മൾ ഒതുങ്ങി നിൽക്കുന്നത്. അപ്പം നമ്മൾ ദൂരെയൊക്കെ യാത്ര ചെയ്യണമെന്നൊരു പ്ലാനുണ്ട്. പക്ഷേ നമ്മളെ ഇതിൽ കിടക്കുന്ന ഓഡിയൻസ് നമ്മളെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മാത്രമാണ് നമുക്ക് പുതിയ പുതിയ യാത്രകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ യാത്രകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് നമ്മുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇതിലും നല്ല നല്ല യാത്രകൾ ചെയ്യും. അപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ ഊരിലെ ചടങ്ങ് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ്. അപ്പോൾ അതിന് 2-3 സുഹൃത്തുക്കൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അത് നെഗറ്റീവൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനത് അങ്ങനെ ആരെയും മോശപ്പെടുത്താൻ തരത്തിലൊന്നും അല്ല നമ്മളങ്ങനെ വീഡിയോ ചെയ്തത്. അതൊക്കെ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന സംഭവങ്ങളാണ് ഈ ചടങ്ങ് കല്യാണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അത് നിങ്ങളുടെ മുമ്പിലേക്ക് അതേപടി എടുത്ത് ഒപ്പിച്ചതൊന്നും അല്ലാതെ അതിനകത്തൊരു കള്ളത്തരമോ എന്തെങ്കിലും വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഫോൾട്ട് കാണിച്ച് അങ്ങനെ വീഡിയോ ചെയ്തതല്ല. അത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. അതിനകത്ത് വേറെ മാറ്റങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇനിയും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഞാൻ സജിത്ത്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.